നിസ്കാരത്തിന്റെ 14 ഫർളും ഇവിടെ നന്നായി വിശദീകരിച്ചു കഴിഞ്ഞു. ഒരു അടിമയോട് മാശറയിൽ ആദ്യമായി ചോദിക്കപ്പെടുന്ന ഇബാദത്താകുന്ന നിസ്കാരം. ഈ നിസ്കാരത്തെ സംബന്ധിച്ച് അതിന്റെ ഖുശൂഅ് വിവരിക്കുന്ന സ്ഥലത്തൊക്കെ വളരെ നന്നായി ആയത്തുകളൊക്കെ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പ്രധാനമായ ഒരു ഇബാദത്തായതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ എന്തുകൊണ്ട് ഈ നിസ്കാരത്തെ എടുത്തു പറഞ്ഞിട്ടില്ല? ആയത്തുകൊണ്ട് ഹദീസിനെ വ്യാഖ്യാനം ചെയ്യാറുണ്ട്, ഹദീസ് കൊണ്ട് ആയത്ത് വ്യാഖ്യാനം ചെയ്യാറുണ്ട്, സാധാരണയാണ്, അത് ഉസൂലാണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തുകൊണ്ട് നിസ്കാരത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ ഖംസ സലവാത്തിനെന്നോ വിവരിച്ച് പറഞ്ഞിട്ടില്ല? ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വിശദീകരിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ കുമാർ മൗലവി നിസ്കാരം 3 വക്തേ ഉള്ളത് എന്ന് പറഞ്ഞതാണ്. ഇന്ന് വിശദീകരിക്കണം എന്താണ് ഇതിന്റെ ഹിക്മത്ത് എന്ന് ഉസ്താദ് വിശദീകരിക്കണം. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. കുമാറല്ല പറഞ്ഞിട്ട് അങ്ങനെ അയാളെത്തി കാട്ടും. അയാൾ സ്വർഗത്തിലേക്ക് അതല്ലോ കുതിച്ചുഹോ എന്നൊക്കെ പറഞ്ഞ് അതാ കുമാർ മൗലവി. ഇത് മറ്റേത് അങ്ങനെയല്ല, മറ്റേ ചേകൻ മൗലവിയാണ്. 3 പറഞ്ഞ ചേകൻ മൗലവിയാണ്. ചേവരി മൗലവി എന്നും പറയാം. അങ്ങനെയാണ്. ഏതായാലും ഷഹാദത്ത് കലിമ 1 ആയാൽ ഒരാൾ മുസ്ലിം ആവൂലല്ലോ. നിങ്ങൾക്കറിയില്ല, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ജനിച്ച് പ്രായപൂർത്തിയെത്തി അന്ന് മുതൽ മരിക്കുന്നത് വരെ അയാൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ ഒരാൾ മുസ്ലിം ആവൂലല്ലോ. പിന്നെന്തുകൂടി വേണം? വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുകൂടി പറയണം. ഞാനത് ചുവനൊന്നും ചെല്ലാത്തതേ, അത്ര പോരിച്ചൊന്നുമല്ല, മൈദിമാലല്ലോ എന്ന് എഴുതിയിട്ട് അയസ്കോ ഞാനത് ചെല്ലാതിരുന്നത്. കുമാർ മൗലവിനെ തിരിച്ചറിയാ കുതിച്ചഹോ എന്ന് പറഞ്ഞാൽ തന്നെ തിരിയും. അപ്പൊ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാലേ ഒരാൾ മുസ്ലിം ആവൂ എന്നതിന്റെ കർമ്മരൂപമാണ് അള്ളാഹു നിസ്കരിക്കാൻ പറയാ. എങ്ങനെ നിസ്കരിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വന്തം ചൊല്ലിയാ എന്താവൂല, ഒരാൾ മുസ്ലിം ആവൂല. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് കൂടി ചെല്ലുമ്പോഴേ മുസ്ലിം ആവുള്ളൂ എന്നതുപോലെ അള്ളാഹു പറഞ്ഞതനുസരിക്കുന്നു. അള്ളാഹു തആല ഖുർആനിൽ നിസ്കരിക്കാൻ പറഞ്ഞു, നമ്മളതനുസരിക്കുന്നു. പക്ഷെ എങ്ങനെ നിസ്കരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തരുന്നു. അപ്പൊ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് രണ്ടും കൂടി ആവുമ്പോഴേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ മനസ്സിലായില്ലേ? തന്നെയല്ല, അതതിന്റെ യഥാർത്ഥ കാരണമാണ്. എന്നാൽ അതിന്റെ യുക്തി എന്താന്ന് ചോദിച്ചാൽ, നിസ്കാരം എന്നത് ഒരു കർമ്മ പദ്ധതി കൂടിയാണ്. കർമ്മങ്ങളൊക്കെ തിയറിറ്റിക്കലായിട്ട് പഠിപ്പിച്ചാൽ പോരാ, മറിച്ച് അത് പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കണം എന്നത് മനഃശാസ്ത്രപരമാണ്. മനസ്സിലായില്ലേ? കർമ്മങ്ങളൊക്കെ പ്രാക്ടിക്കലായി പഠിപ്പിക്കണം എന്നാ. അല്ലാഹു സുബ്ഹാനഹു വ തആല തിയറിറ്റിക്കലായിട്ട് നിസ്കരിക്കണം എന്ന് പറയുകയും അതിന്റെ പ്രാധാന്യം നമ്മളെ ഉണർത്തുകയും ചെയ്യുമ്പോൾ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു കർമ്മം എങ്ങനെയാണ് പ്രവർത്തികമാക്കേണ്ടത് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അള്ളാഹു തന്റെ പ്രതിനിധിയായി അയച്ച ആളാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നമുക്ക് പ്രവൃത്തി രൂപത്തിൽ കാണിച്ചു തരുന്നു. അതിൽ നിന്നിട്ട് തന്നെ അതിന്റെ ഗൗരവവും പ്രാധാന്യവും മനസ്സിലാക്കാം. വെറും തിയറിറ്റിക്കലായിട്ട് പഠിക്കുകയും ചെയ്തുകൊണ്ട് നിസ്കാരം പ്രാക്ടിക്കലായി ചെയ്യാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. അതുമാത്രല്ല, ഹജ്ജിന്റെ അവിടെയും കണ്ടില്ല നിങ്ങള്, ഖുദൂ അന്നീ മനാസികക്കും ഹജ്ജിനെ പറ്റി ഖുർആൻ വളരെ പറഞ്ഞെങ്കിലും നിങ്ങൾ ഖുർആനിൽ പറഞ്ഞു നോക്കി ഹജ്ജ് ചെയ്തോളി എന്നല്ലല്ലോ നബി തങ്ങൾ പറഞ്ഞത്. ഞാൻ കാണിച്ചു തരാം, അതുകൊണ്ട് നന്നായി പഠിച്ചോളി. ലഅല്ലീ ലാ അൽഖാകും ബഅദ ആമി ഹാദാ, ഈ വർഷത്തിന് ശേഷം ഞാനും നിങ്ങളും കണ്ടുമുട്ടിയെന്ന് വരില്ല. രണ്ടാമത് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണിച്ചു തരാൻ കഴിയില്ല. ഞാൻ ചെയ്യുന്നത് നന്നായി കണ്ടു പഠിച്ചോളി എന്ന് പറഞ്ഞിട്ട് പ്രാക്ടിക്കലായി ഹജ്ജ് ചെയ്ത് കാണിച്ചു തരുന്നു. അപ്പം ഖുർആൻ പറയുന്ന ഹജ്ജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
പ്രാക്ടിക്കലായി കാണിച്ചു തരുന്നു. ഖുർആൻ പറയുന്ന നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരുന്നു. ഇങ്ങനെയുള്ള കർമ്മ പദ്ധതികളൊക്കെ കുറ്റമറ്റ മഅസൂമായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവൃത്തിപദത്തിൽ കാണിച്ചു തരുമ്പോഴേ കുറ്റമറ്റതാവൂ എന്നതുകൊണ്ട് ഖുർആൻ അതിന് വിശദീകരണത്തിന് നിൽക്കാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശദീകരണത്തിന് ഏൽപ്പിച്ചു. അങ്ങനെ മഅസൂമായ നബി തങ്ങളുടെ പ്രവൃത്തിപദത്തിലൂടെ കുറ്റമറ്റ രീതിയിൽ പ്രാവർത്തികമായി കാണിച്ചു തരണം എന്നതുകൊണ്ടുമാവാം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കാതെ അതിന്റെ പ്രാധാന്യവും ആവശ്യകതയും ഗൗരവവും ഉണർത്തി അതിന്റെ രീതി പഠിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിച്ചത്. അസ്സലാമു അലൈക്കും. ഉസ്താദെ, റവാത്തിബ് സുന്നത്ത് നമ്മൾ 2 റക്അത്ത് നിയ്യത്ത് വെച്ച് നിസ്കരിച്ച് അതില് നമ്മൾ സലാം വിട്ടാതെ മൂന്നാമത്തെ റക്അത്ത് എഴുന്നേറ്റ് നിന്നാല് പിന്നെ അത് 4 റക്അത്ത് നിസ്കരിച്ചിട്ട് സലാം വിട്ടിയാൽ മതി, അതല്ല രണ്ടാമത് മടങ്ങണം എന്നാണ് ഉസ്താദ് വിവരിച്ചാൽ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. റവാത്തിബ് സുന്നത്ത് 4 റക്അത്ത് സുന്നത്തുള്ള നിസ്കാരം റക്അത്തിന്റെ എണ്ണം നിർണയിക്കാതെ ളുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന് കരുതിക്കൊണ്ട് ഒരാൾ നിസ്കാരം തുടങ്ങി എങ്കിൽ അയാൾക്ക് 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുകയും ചെയ്യാം. അല്ലെങ്കിൽ 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിച്ച് സലാം വീട്ടുകയും ചെയ്യാം. പക്ഷേ ളുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് തക്ബീർ കെട്ടിയാൽ 2 റക്അത്തിൽ അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടുക തന്നെ വേണം. അല്ലാതെ 3 റക്അത്തിലേക്ക് എഴുന്നേറ്റാൽ തിരിച്ച് ഇരുന്ന് അത്തഹിയ്യാത്തിലേക്ക് തന്നെ മടങ്ങി വന്ന് അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടണം, അല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവും. അപ്പൊ നിയ്യത്ത് ചെയ്തത് എങ്ങനെയാ അതിനനുസരിച്ച് ഉണ്ടാവും എന്നർത്ഥം. 4 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് അങ്ങനെ കരുതിയാലും റക്അത്തിന്റെ എണ്ണം കണക്കാക്കാതെ ളുഹറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നു എന്ന് കരുതിയാലും എന്താക്കാ 4 റക്അത്തും ഒന്നിച്ച് നിസ്കരിക്കാം. അല്ല റക്അത്തിന്റെ എണ്ണം കണക്കാക്കാതെയാണ് തുടങ്ങിയതെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുകയും ചെയ്യാം, 4 പൂർത്തിയാക്കി നിസ്കരിക്കുകയും ചെയ്യാം. 2 റക്അത്ത് എന്ന് കരുതിയിട്ട് തുടങ്ങിക്കുകയാണെങ്കിൽ അവിടെ 3 റക്അത്തിലേക്ക് എഴുന്നേറ്റാൽ അത് മറവിയായിട്ടാണെങ്കിൽ രണ്ടാമത് തിരിച്ച് ഇരുത്തത്തിലേക്ക് തന്നെ വന്ന് തയ്യാത്ത് ഓതി സലാം വീട്ടേണ്ടി വരും. അസ്സലാമു അലൈക്കും. ഉസ്താദെ, ഒരു പെണ്ണുങ്ങൾ ചോദിക്കുകയാണ്, ഉംറ ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുന്നു. ആ പെണ്ണുങ്ങൾ ഇപ്പോൾ മെൻസസ് ആയിട്ടുണ്ട്. അതുകൊണ്ടിട്ട് ഇപ്പോൾ ഇഹ്റാമും തവാഫും ചെയ്യണ്ടേ എന്നുള്ളത് ഉസ്താദ് കുറേ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. ഏതായാലും ചുരുക്കി ഒന്ന് പറയണമെന്ന് പറയുന്നു. അസ്സലാമു അലൈക്കും. എന്നും പറയണ മസല അതൊക്കെ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുത്തൂടെ? ഓരോ ദിവസവും അതെന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു സ്ത്രീ ഉംറയ്ക്ക് പുറപ്പെട്ടിരിക്കുന്ന സ്ത്രീ ഒറ്റക്ക് ആവൂലല്ലോ പുറപ്പെട്ട്. ആ സ്ത്രീയുടെ ഭർത്താവ് ഉണ്ടാവില്ല കൂടെ, അല്ലെങ്കിൽ ഒരു സംഘത്തിലാണെങ്കിൽ ഒരു ഉസ്താദ് ഉണ്ടാവില്ല കൂടെ. അവര് പറയില്ലേ ഇഹ്റാം ചെയ്യുന്ന സമയത്ത് ഇഹ്റാം ഹൈള് എന്നതുകൊണ്ട് ഇഹ്റാം ചെയ്യുന്നതിന് ഒരു തകരാറുമില്ല. പക്ഷേ ഹൈളുള്ളതോടുകൂടി തവാഫും സയ്യും ചെയ്യാൻ പറ്റൂല. അപ്പോ ഈ ഹൈള് നിന്ന് ശുദ്ധിയായി കുളിക്കുന്നത് വരെ മക്കയിൽ താമസിക്കാൻ സൗകര്യമുള്ളവരാണെങ്കിൽ ഹൈളുള്ള സമയത്ത് തന്നെ അവര് ഇഹ്റാം ചെയ്യേണ്ടതും ശുദ്ധിയായി കുളിച്ചതിന് ശേഷം തവാഫും ചെയ്തും സയ്യും ചെയ്ത് മുടി മുറിച്ച് തഹല്ലിലാകേണ്ടതും ആവുന്നു. മക്കത്ത് ചെന്നാൽ കുറഞ്ഞ ദിവസേ നിൽക്കാൻ കഴിയുള്ളൂ. അതിന്റെ ഇടയ്ക്ക് ഹൈളുണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടാൽ അപ്പോഴും ഇഹ്റാം ചെയ്യുക. പക്ഷേ ഷർത്ത് വെച്ച് ഇഹ്റാം ചെയ്യുക.
ഉംറ ചെയ്ത് പൂർത്തിയാക്കുന്നതിന് പറ്റാത്ത നിലക്ക് തടസ്സം നേരിടുകയാണെങ്കിൽ ഞാൻ തഹല്ലുലാകും എന്ന ഷർത്തോടുകൂടി അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ ഉംറ ചെയ്യാൻ വേണ്ടി ഷർത്തോടുകൂടി ഇഹ്റാം ചെയ്യേണ്ടതാണ്. അങ്ങനെ വന്നാൽ സൗകര്യം കിട്ടിയാൽ അവർക്ക് ചെയ്ത് തവാഫും സഅയും ചെയ്ത് മുടി മുറിക്കുക, സൗകര്യം കിട്ടിയിട്ടില്ലെങ്കിൽ മുടി മുറിച്ചിട്ട് തിരിച്ചു പോരുകയും ചെയ്യാ. ഇതൊക്കെ ഈ സംഘത്ത് പോകുന്നവരുടെ അമീറന്മാര് പറഞ്ഞു കൊടുക്കേണ്ട വിഷയമാണല്ലോ. ഞാനിതിപ്പോ പറയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ മൊത്തം ഈ ചോദ്യോത്തരങ്ങൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഈ ഇങ്ങനെ കുറഞ്ഞില്ലേ ആട്ടെ. അസ്സലാമലൈക്കും ഉസ്താദ്, ഒരാൾക്ക് സലാം വീട്ടിയതിന് ശേഷം സംശയം, സലാം വീട്ടിയതിന് ശേഷം അയാള് ദിക്റൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാൾക്കൊരു സംശയം, ഞാൻ സലാം വീട്ടിയോ ഇല്ലയോ, അല്ലെങ്കിൽ അയാൾക്ക് ഉറപ്പായി സലാം വീട്ടിയിട്ടില്ല എന്ന്. ഇത്തരം സന്ദർഭത്തിൽ അയാൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ അയാള് ഉസ്താദിന്റെ ഉത്തരം, അയാൾ സലാം വീട്ടുകയാണ് വേണ്ടത് എങ്കിൽ അങ്ങനെ സലാം വീട്ടുന്ന സമയത്ത് വീണ്ടും അയാൾ തെക്ബീർ ചെല്ലണോ, അല്ലെങ്കിൽ വല്ല പ്രത്യേകിച്ച് വല്ല നിയ്യത്തും വെക്കേണ്ട ആവശ്യമുണ്ടോ? ചോദ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ്. ചോദ്യം മനസ്സിലായി. ഒരാള് അത്തയ്യാൻ ദുആവും ഒക്കെ ചെയ്യാൻ തുടങ്ങി, കുറെ നേരം കഴിഞ്ഞതിന് ശേഷം ഈയത്തൊന്നും ചെയ്യണ്ട, അയാളുടെ നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റും ദുആവൊക്കെ വേറെ ചെയ്യണം എന്ന് അത്ര നേരത്തെ ചെയ്ത് അതായിട്ട് കൂട്ടുക. ഒക്കെ നിസ്കാരത്തിന്റെ ഉള്ളിൽ തന്നെ, നിസ്കാരത്തിനുള്ളിൽ ദിക്റും ദുആവൊക്കെ ചെയ്യുന്നതുകൊണ്ട് നിസ്കാരം മാത്രമാവില്ലല്ലോ, കുറെ സമയം എടുത്തുകൊണ്ടും കുഴപ്പമില്ല. അപ്പോ രണ്ടാമത് നിസ്കാരത്തിലേക്ക് മടങ്ങല്ല, നമ്മളെ മനസ്സ് മാത്രമാണ് മടങ്ങണത്. അതിന് പ്രത്യേകിച്ച് നിയ്യത്തൊന്നും ചെയ്യണ്ട, തക്ബീർ ചൊല്ലണ്ട, ഒന്നും വേണ്ട. ആ ഓർമ്മ വന്നാൽ ഉടനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന സലാം വീട്ടിയാൽ മാത്രം മതി. മനസ്സിലായില്ലേ? വേറെ ഒന്നും ചെയ്യണ്ട. സഹ്വിന്റെ സുജൂദിന്റെ പ്രശ്നമേ ഇല്ല. കാരണം എന്താ, സലാം വീട്ടിയതിന് ശേഷം പിന്നെ സഹ്വിന്റെ സുജൂദില്ലല്ലോ നിസ്കാരത്തിന്. അപ്പൊ അവിടെ ഒന്നും ചെയ്യണ്ട, കുറെ സമയം കഴിഞ്ഞാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, സലാം വീട്ടിയാൽ മാത്രം മതി. ദിക്റും ദുആവൊക്കെ രണ്ടാമത് ചെയ്തെങ്കിൽ ശേഷമുള്ള ദിക്റും ദുആവും ആവുള്ളൂ മാത്രം, വേറെ നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. അസ്സലാമു അലൈക്കും ഉസ്താദ്. മുകളിലുള്ള മൈക്ക് എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ മൈക്ക് എടുത്തത്, ശ്രമിക്കണം. ഉസ്താദ് ചില സ്ഥലത്ത് ബാങ്ക് ഇക്കാമത്തൊന്നും കേൾക്കുന്നില്ല, അവിടെ നമ്മൾ ബാങ്കും ഇക്കാമത്തും രണ്ടും നിർബന്ധമായി കൊടുക്കണം വേണ്ടത്, അത് ഇക്കാമത്ത് മാത്രം കൊടുത്താൽ മതി, അങ്ങനെ സംശയമാണ്. അസ്സലാമു അലൈക്കും. മൈക്ക് പോയിട്ടുണ്ട്. ഉസ്താദിന്റെ മൈക്ക് പോയോ അല്ല ശ്രോതാക്കളെ മൈക്ക് പോയെന്നറിയില്ല. വേഗം മൈക്ക് എടുക്കി വേഗം. ഹലോ, അസ്സലാമു അലൈക്കും. മൈക്ക കിട്ടുന്നില്ല, ചിലപ്പോൾ മൈക്ക കട്ടാകുന്നുണ്ട്. ഉസ്താദിന് മൈക്ക കിട്ടുന്നില്ലാന്ന് അറിയില്ല. ഞാൻ ഒരിക്കൽ ചോദിച്ച് ഉസ്താദിന് മൈക്ക കിട്ടുന്നില്ല, എന്താണെന്ന് അറിയുന്നില്ല. എന്താ പറ്റിയ ക്ലാസ്സിൽ നിന്ന് എന്തോ തെറിച്ചു പോയി, ക്ലാസ് തുറന്നിട്ട് ഓപ്പൺ ആവണില്ല, എന്തോ ഒരു മെസ്സേജ് ഇങ്ങനെ വരിക. ഏതായാലും ആരോ ഒരാൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അടച്ചോൻ കാത്ത് എസ് അടിച്ചപ്പോ അങ്ങോട്ട് കെട്ടി. വെറും ഈസി അല്ല, പിന്നെ കിട്ടണില്ല, ക്ലാസ് തുറക്കാൻ കഴിയുന്നില്ല, ക്ലാസ് തന്നെ രണ്ടാമത് തുറന്ന് കിട്ടുന്നില്ല. ഏതായാലും ആയിട്ടപ്പോ കിട്ടിയല്ലോ. ചോദ്യം ഞാൻ കേട്ടിട്ടില്ല മുഴുവൻ, രണ്ടാമത് മൈക്കെടുത്ത് ചോദിക്കുക. നേരത്തെ ആ ഉത്തരം പറഞ്ഞ് വിട്ടതിന് ശേഷം പുറത്ത് ചാടിപ്പോയതാ. രണ്ടാമത് അടുത്ത ആളെടുത്ത് ചോദിച്ചോളൂ. കുറച്ചെന്നെ കട്ട് വന്നീന് കുറച്ച് മുമ്പ് പറഞ്ഞ്
അതിനപ്പൊ എന്തോ ഒരു കൊണക്കേടിന്റെ തുടക്കേ നീക്കാറ്. ഏതായാലും ഇപ്പൊ തീർന്നു കിട്ടുണ്ടാവും ഇൻഷാ അല്ലാഹ്. ഇനി മൈക്കെടുത്തോളി. അസ്സലാമു അലൈക്കും. ഉസ്താദേ, ബാങ്ക് ഇഖാമത്ത് കേൾക്കാത്ത ഒരു സ്ഥലത്ത് കാല് ഇഖാമത്ത് എടുത്ത് നിസ്കാരത്തിന് മധ്യസ്ഥ ബാങ്ക് കൊടുക്കുന്ന നിർബന്ധമാണെന്ന് സംശയമാണ്. അസ്സലാമു അലൈക്കും. എന്ത് സ്പീഡ് ഹബീബെ, ഒന്നും മനസ്സിലാണില്ലല്ലോ നിങ്ങള് പറഞ്ഞ എന്തൊക്കെയാ. ബാങ്കി സമയത്ത് ബാങ്കൊന്ന് കേൾക്കാന്നല്ലാതെ കുറച്ചൊന്ന് സ്പീഡ് കുറച്ച് പറയുന്നത് കേൾക്കുന്നവർക്ക് മനസ്സിലായണ്ട. വേറെ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ മൂപ്പര് പറഞ്ഞ എന്താണെന്ന്? മനസ്സിലായില്ല. സ്പീഡ് കുറച്ച് അമിത സ്പീഡാണ്. അസ്സലാമു അലൈക്കും. ഉസ്താദേ, ബാങ്കും ഇഖാമത്തും കേൾക്കാത്ത ഒരു സ്ഥലത്ത് പിന്നെ നിസ്കരിക്കുന്ന സമയത്ത് ബാങ്ക് ഇഖാമത്ത് കൊടുക്കൽ സുന്നത്താണ്, അല്ല ബാങ്ക് കൊടുക്കുന്ന നിർബന്ധമുണ്ടോ ഉസ്താദേ? അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. ഇപ്പൊ മനസ്സിലായി. വല്ലാതെ സ്പീഡായാലേ പറയുന്നത് തിരിയില്ലല്ലോ. ബാങ്കും ഇഖാമത്തും കേൾക്കാത്ത ഒരു സ്ഥലത്ത് നിസ്കരിക്കുമ്പോൾ ബാങ്കും ഇഖാമത്തും സുന്നത്തല്ലേ ഉള്ളൂ, അതാ ബാങ്ക് വുജൂബുണ്ടോ? ബാങ്ക് എവിടെയും സുന്നത്തേ ഉള്ളൂ, വുജൂബില്ല. മനസ്സിലായില്ലേ? ഒരു ബാങ്ക് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ആ ജമാഅത്തിൽ കൂടാതെ നമ്മൾ വേറെ നിസ്കരിക്കുകയാണെങ്കിൽ ബാങ്കും ഇഖാമത്തും രണ്ടും സുന്നത്തുണ്ട്. ഇനി തീരെ ബാങ്ക് കേൾക്കാത്ത ഒരു സ്ഥലത്ത് വെച്ചിട്ട് നിസ്കരിക്കുകയാണെങ്കിലും ബാങ്കും ഇഖാമത്തും സുന്നത്താവുന്നു, എവിടെയും വുജൂബില്ല. ബാങ്കിന്റെ ഹുക്കുമെന്നെ, അടിസ്ഥാനപരമായ ഹുക്കുമെന്നെ സുന്നത്താണ് എന്നതാണ്. മനസ്സിലായില്ലേ? വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്, എന്നാൽ വുജൂബില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും. മുകളിലുള്ള ആരും മൈക്കെടുക്കാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും മൈക്കെടുത്തത്. ഉസ്താദ്, എനിക്ക് ചോദിക്കാനുള്ളത്, സഹവിന്റെ സുജൂദ് സുന്നത്തായ രൂപങ്ങളാണ് ഇവരെ പറഞ്ഞത്. അപ്പൊ സഹവിന്റെ സുജൂദ് നിർബന്ധമുള്ള ഏതെങ്കിലും അവസരമുണ്ടോ എന്ന് ഉസ്താദ് വിശദീകരിച്ചാൽ നന്നായി. മൈക്കെടുത്ത് ഇല്ല. സഹവിന്റെ സുജൂദ് നിർബന്ധമുള്ള ഒരു സമയവും ഷാഫി മദ്ഹബ് അനുസരിച്ചില്ല. സഹവിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടുന്ന സ്ഥലങ്ങൾ എവിടെയാണെങ്കിലും അത് സുന്നത്തായ സ്ഥലമാണ്. സഹവിന്റെ സുജൂദ് സുന്നത്താണ്, വുജൂബാവുന്ന അവസരം ഷാഫി മദ്ഹബിന്റെ കാഴ്ചപ്പാടിൽ എവിടെയും ഇല്ല. കല്ലേരി എവിടെയെങ്കിലും കല്ലെറിയാൻ പോയി കാണണം. UAE-യിലാണെങ്കിലേ നിസ്കാരത്തിലൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് കല്ലേരി കൈപൊക്കിയിട്ട് മൈക്കെടുക്കാത്തത്. വേറുള്ളവരെടുത്തോളി. കല്ലേരി ഞാൻ അവിടുത്തെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പാഞ്ഞു വരും. അപ്പൊ നോക്കാം ഇൻഷാ അല്ലാഹ്, ബാക്കിയുള്ളവർക്ക് എടുക്കാം. അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഈ ജമ്മും കസറാക്കി നിസ്കരിക്കുമ്പോൾ അവർക്ക് ജമാഅത്ത് കൊണ്ട് അസർ നിസ്കരിക്കുന്നതിന് കൊടുന്നപ്പോ ഞാൻ വേറെ നിസ്കരിക്കണം, ഒരു അസറാണ് നിസ്കരിക്കുന്നത്. അപ്പൊ അവർക്ക് ഇമാം ജമാഅത്തിൽ കൂലി കിട്ടാൻ നിർബന്ധിച്ച് പിന്നിൽ നിർത്തി നിസ്കരിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ജമാഅത്തിൽ കൂലി കിട്ടോ ഇല്ലേ എന്നറിഞ്ഞാൽ പറയുന്ന കാര്യങ്ങള് ചോദ്യം വ്യക്തമായി കേട്ടെങ്കിലേ മറുപടി പറയാൻ കഴിയുള്ളൂ എന്നത് എല്ലാവരും മനസ്സിലാക്കുക. അല്പം കൂടി സ്പീഡ് കുറച്ച് കാര്യങ്ങൾ വ്യക്തമായി കേൾക്കാൻ പറ്റുന്ന നിലക്ക് സാവകാശം ചോദിച്ചെങ്കിലേ മനസ്സിലാവൂ. ചോദ്യം കേട്ട് മനസ്സിലായെങ്കിലല്ലാതെ മറുപടി അറിയാനും കഴിയില്ലല്ലോ. അദ്ദേഹം തന്നെ മൈക്ക് ഒന്നുകൂടി എടുത്തോട്ടെ, ഒന്ന് സ്പീഡ് കുറച്ച് കേൾക്കണോർക്ക് മനസ്സിലാവുന്ന നിലക്ക് സാവകാശം പറയാം. ഓക്കെ.
അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഇവിടെ ചില പള്ളികളെ വിദേശികള് വന്നാല് ലോറിന്റെ സമയത്താണെങ്കിൽ അവര് ലോറ് ജമ്മു കസറാക്കി നിസ്കരിക്കുമ്പോൾ ആദ്യം ലോറ് നിസ്കരിക്കും. പക്ഷെ നമുക്കറിയില്ല, പിന്നെ രണ്ടാമത്തെ ഒരു അസർ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ അതുപോലത്തെ പള്ളി കയറുമ്പോൾ അവരെന്ത് ചെയ്യും, ചില ആളുകൾ നിർബന്ധിച്ച് പിന്നിൽ നിർത്തും ജമാഅത്തായി നിസ്കരിക്കാൻ. അപ്പൊ ഞാൻ നിസ്കരിക്കുന്ന ലോറും അവര് നിസ്കരിക്കുന്നത് അസുറായിരിക്കും. അപ്പൊ നമ്മൾ പറയും 2 റക്അത്ത് സലാം വീട്ടി കഴിഞ്ഞാൽ നീ പൂർത്തിയാക്കി നിസ്കരിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് നിർബന്ധിച്ചിട്ടാണ് പിന്നിൽ നിർത്തുക. അങ്ങനെ പിന്നിൽ നിന്ന് അവരോട് കൂടെ ജമാഅത്തായി നിസ്കരിച്ച ജമാഅത്തിന്റെ കൂലി കിട്ടുമോ ഇല്ലേ എന്നാണ് അറിയേണ്ടത്. മൈക്കിടുന്നു. ഇമാമിന്റെയും മഅ്മൂമിന്റെയും നിസ്കാരം വ്യത്യസ്തങ്ങളാണെങ്കിൽ, അത് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ജമാഅത്ത് സഹീഹാകും. പക്ഷേ ജമാഅത്തിന്റെ പുണ്യം ഫളീലത്ത് കിട്ടുന്നതല്ല. അതായത് ഇമാമ് നിസ്കരിക്കുന്നത് അസറാണ് എന്നറിഞ്ഞുകൊണ്ട് ളുഹർ നിസ്കരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തോട് തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകും. പക്ഷേ ജമാഅത്തിന്റെ 27 ദറജ എന്ന് പറയുന്ന ഫളീലത്ത് കിട്ടുന്നതല്ല. അറിയാതെയാണെങ്കിലോ ഒരു കുഴപ്പമില്ല, ജമാഅത്തിന്റെ കൂലി കിട്ടും. ഇയാൾ നിസ്കരിക്കുന്നത് ളുഹറാണോ അസറാണോന്നോ ഉറപ്പില്ല, മിക്കവാറും ളുഹർ ആയിരിക്കും എന്ന ധാരണയിൽ നമ്മൾ അദ്ദേഹത്തോട് തുടർന്നു. പക്ഷേ പിന്നീട് നമ്മൾ മനസ്സിലാക്കി അദ്ദേഹം ളുഹർ അല്ലായിരുന്നു, അസറായിരുന്നു നിസ്കരിക്കുന്നത്. അങ്ങനത്തെ ഓർത്ത് സഹിയാവുകയും ചെയ്യും, ജമാഅത്തിന്റെ ഫളീലത്തും കിട്ടും. മനസ്സിലായല്ലോ? അപ്പോ ഇമാമ് നിസ്കരിക്കുന്ന നിസ്കാരം നിസ്കരിക്കുന്ന നിസ്കാരം വ്യത്യസ്തങ്ങളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തുടർന്നാലും നിസ്കാരം സഹിയാകും, ജമാഅത്ത് സഹിയാകും. പക്ഷേ ഫളീലത്ത് കിട്ടുന്നതല്ല. അത് ഇതിൽ മാത്രമല്ല, ഫർള് നിസ്കരിക്കുന്നവനോട് സുന്നത്ത് നിസ്കരിക്കുന്നവൻ തുടർന്നാലും, സുന്നത്ത് നിസ്കരിക്കുന്നവനോട് ഫർള് നിസ്കരിക്കുന്നവൻ തുടർന്നാലും, ഖളാ വീട്ടുന്നവനോട് അദായി നിസ്കരിക്കുന്നവൻ തുടർന്നാലും, ളുഹർ നിസ്കരിക്കുന്നവനോട് അസർ നിസ്കരിക്കുന്നവൻ തുടർന്നാലും തുടർച്ചയൊക്കെ സഹിയാണ്, നിസ്കാരത്തിന് കുഴപ്പമില്ല. പക്ഷേ ജമാഅത്തിന്റെ ഫളീലത്താവുന്ന 27 ദറജ എന്നത് നഷ്ടപ്പെടും. ഓക്കെ. അസ്സലാമു അലൈക്കും. ഭാര്യ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ കുട്ടി വന്നിട്ട് കാല് പിടിച്ചതിൽ അവരുടെ നിസ്കാരോപായം കാല് വെളിവായി പോയി എങ്കിൽ അത് നിസ്കാരത്തിന്റെ സിഹത്തിനെ ബാധിക്കുമോ? ഒന്ന്. മറ്റൊന്ന്, എൻ്റെ ഭാര്യ സഹോദരൻ അബ്ദുറൌഫ് താത്തൂര് കഴിഞ്ഞ 2 വർഷം മുമ്പ് ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു. ഇന്ന് അവരുടെ ആണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം, പ്രത്യേകം ദുആ ചെയ്യണം എന്ന്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയ സഹോദരന്റെ ആഖിറം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളോ വീഴ്ചകളോ ഒക്കെ അല്ലാഹു തആല വിട്ടുകൊടുത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഖബറിടം അല്ലാഹു തആല വിശാലമാക്കുകയും സ്വർഗമാക്കി കൊടുക്കുകയും സ്വർഗപ്പൂന്തോപ്പുകളിൽ വെച്ചുള്ള റൗളത്തും മിൻ റിയാദിൽ ജന്ന ആവുന്ന ഖബറുകളിൽ പെട്ട ഒരു ഖബറാക്കി അദ്ദേഹത്തിന് അല്ലാഹു തആല ലോകത്ത് ഒരുമിച്ച് കൂടാൻ അദ്ദേഹത്തിനും നമുക്കും അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എറിയുന്ന നിസ്കാരക്കുപ്പായം പിടിച്ചു വലിച്ചപ്പോ പെട്ടെന്ന് കാല് വെളിവായിപ്പോയി. എന്നാ നിസ്കാരം ബാത്തിലാവോന്നാ ഉമ്മാന്റെ. പെട്ടെന്ന് വെളിവായ ഉടനെ തന്നെ വേഗത്തിൽ മറച്ചാൽ നിസ്കാരം ബാത്തിലാവുകയില്ല. അതേ സമയത്ത് മറക്കാൻ വെളിവ് നിന്നാൽ നിസ്കാരം ബാത്തിലാവുകയും ചെയ്യും. അതാണ് ഇപ്പൊ അതിനെപ്പറ്റി പറയാനുള്ളത്. മനസ്സിലായില്ലേ? അതിഞ്ഞിപ്പോ കുട്ടി പിടിച്ചിട്ട് മാത്രമല്ല, തുണി ഉടുത്ത് നിസ്കരിക്കുന്ന ആണുങ്ങള് ചിലപ്പോൾ കാറ്റടിച്ച് പെട്ടെന്ന് തുണി നീങ്ങി തൊടയുടെ അല്പഭാഗം വെളിവായി വേഗം മറച്ചാൽ നിസ്കാരം ബാത്തിലാവൂല. കുറെ സമയം അങ്ങനെ നീണ്ടുപോയാൽ നിസ്കാരം ബാത്തിലാവും.
മനസ്സിലായില്ലേ? അത് തന്നെയാണ് ഇപ്പൊ ഇവിടത്തെയും വിധി. മനഃപൂർവ്വമല്ല, കുട്ടി പിടിച്ച് അങ്ങനെ പിടിച്ചപ്പോ കുട്ടി പിടിച്ച് ഇങ്ങോട്ട് വലിച്ചിട്ടുണ്ടാവും. ആ വലിച്ചപ്പോ കാലിന്റെ ഭാഗം വെളിവായിപ്പോയി. വേഗം അതിങ്ങോട്ട് തന്നെ പിടിച്ച് മറച്ചാ മതി. സമയം ദീർഘിക്കാതിരുന്നാൽ നിസ്കാരം ബാത്തിലാവുകയില്ല. സമയം നീണ്ട് അങ്ങനെ മറക്കാതെ കുറെ സമയമായാൽ നിസ്കാരം ബാത്തിലാവുകയും ചെയ്യും. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് സംശയം ഞാൻ ചോദിക്കാൻ വന്നിരുന്നു. ബാങ്കും നിക്കാമത്തും കൊടുക്കുന്ന ആൾ സ്വന്തം നിസ്കരിക്കുന്ന ആൾ അല്ലെങ്കിൽ ജമാഅത്ത്, ഫസ്റ്റ് ജമാഅത്തല്ല സെക്കൻഡ് ജമാഅത്ത് ബാങ്ക് നിക്കാമത്തും കൊടുക്കുന്ന സമയത്ത് ബാങ്ക് കൊടുത്തതിന് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ബാങ്ക് കൊടുത്തിട്ട് സുന്നത്ത് നിസ്കരിക്കണമോ, അല്ലെങ്കിൽ ബാങ്ക് നിക്കാമത്തും ഫർദിന് വേണ്ടി കൊടുത്ത സുന്നത്ത് ആദ്യം നിസ്കരിക്കുക, ഫർദിന് വേണ്ടി ബാങ്ക് നിക്കാമത്തും കൊടുത്താൽ മതിയോ? മാത്രമല്ല ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് ദുആ കഴിഞ്ഞിട്ടാണോ നിക്കാമത്ത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ രണ്ടിന്റെയും ഒന്നിച്ച് ദുആ ചെയ്താൽ മതിയായിരുന്നു എന്നൊരു സംശയം ചോദിച്ചിരുന്നു. വിശദീകരിച്ചാലും ദുആ വസിയത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബാങ്കും ഇഖാമത്തും ഒന്നാം ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കാൻ വരുന്ന ആളുകള് അവർക്കും ബാങ്കും ഇഖാമത്തും സുന്നത്തുണ്ട്. അവിടെ തങ്ങൾ പാപ്പാന്റെ ചോദ്യം, ആദ്യം സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം, കാരണം വഖ്ത് നേരത്തെ കടന്നണല്ലോ, സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം ബാങ്കും ഇഖാമത്തും ഒന്നിച്ചു കൊടുത്തിട്ട് നിസ്കരിച്ചാൽ മതിയോ, അതല്ല ബാങ്ക് കൊടുത്തതിന് ശേഷം സുന്നത്ത് നിസ്കരിച്ചിട്ട് പിന്നെ ഇഖാമത്ത് കൊടുത്തുകൊണ്ട് ഫർദ് നിസ്കരിക്കലാണോ വേണ്ടത്? രണ്ടും ആകാം. കാരണം വഖ്ത് കടന്നത് കൊണ്ട് ഈ ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നതിന് മുമ്പ് തന്നെ സുന്നത്ത് നിസ്കരിക്കാൻ പറ്റും. അങ്ങനെ സുന്നത്ത് നിസ്കരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സമയമുണ്ടെങ്കിൽ നല്ലത് ബാങ്ക് കൊടുത്തതിന് ശേഷം ബാങ്കിന്റെ ശേഷമുള്ള ദുആ കഴിഞ്ഞിട്ട് സുന്നത്ത് നിസ്കരിക്കുക. സുന്നത്ത് നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇഖാമത്ത് കൊടുത്തുകൊണ്ട് നിസ്കരിക്കുക. അതാണ് ഏറ്റവും നല്ല രീതി. എന്നാൽ സുന്നത്ത് ഇഖാമത്തും കൊടുത്ത് നിസ്കരിക്കുകയും ചെയ്യാവുന്നതാണ്. ബാങ്കും ഇഖാമത്തും ഒന്നിച്ചു കൊടുക്കുകയാണെങ്കിലും ബാങ്കിന്റെ ശേഷമുള്ള ദുആ വേറെയും ഇഖാമത്തിന്റെ ശേഷമുള്ള വേറെയും ചെയ്യൽ സുന്നത്ത് തന്നെയാണ്. അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഞാൻ വിഷയസംബന്ധമാണോ ചോദ്യം എന്ന് എനിക്ക് അറിയില്ല. അവ്വാബിയിൽ നിസ്കാരം എന്ന നിസ്കാരം അത് എത്ര റക്അത്താണ്, എപ്പോഴാണ് ആ നിസ്കാരം, അതിന് കൂടുതലും കുറവുമുണ്ടോ, അല്ലെങ്കിൽ സാധാരണ വിത്രിന്റെ മാതിരി ഒരു മിനിമം അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ എന്നറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അസ്സലാമു അലൈക്കും. ഇതല്ലേ അവ്വാബി നിസ്കാരത്തെ പറ്റിയാണ് ചോദ്യം. നല്ല ചോദ്യം. അവ്വാബി നിസ്കാരം രണ്ടെണ്ണം ഉണ്ട്. ഇശാ മഗ്രിബിന്റെ ശേഷം നിസ്കരിക്കുന്നതാണ് പ്രസിദ്ധമായ അവ്വാബി നിസ്കാരം. മഗ്രിബ് നിസ്കരിച്ചതിന് ശേഷം മഗ്രിബിന്റെ ശേഷമുള്ള സുന്നത്തിന്റെ പുറമെ ചുരുങ്ങിയത് 2 റക്അത്ത്, അധികരിച്ചാൽ ഒരഭിപ്രായത്തിൽ 12 റക്അത്ത്, മറ്റൊരഭിപ്രായത്തിൽ 20 റക്അത്ത്. 6 റക്അത്ത് ആണ് ഏറ്റവും ഉത്തമമായത്. 6ൽ കുറയാതിരിക്കാൻ നല്ലതാണ്. ഈ 2 റക്അത്തായി നിസ്കരിച്ചിട്ട് 6 റക്അത്ത് നിസ്കരിച്ച് 12 വരെ നിസ്കരിക്കാം അവ്വാബി നിസ്കാരം. ഏതായാലും മഗ്രിബിന്റെ ശേഷം മഗ്രിബിന്റെ റവാത്തിബ് സുന്നത്ത് കഴിഞ്ഞതിന്റെ പുറകെ പിന്നീട് നിസ്കരിക്കുന്ന ചുരുങ്ങിയ 2 റക്അത്ത് നിസ്കരിച്ചാലും അവ്വാബി നിസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടും. രണ്ടാമത്തെ അവ്വാബി നിസ്കാരം എന്ന് പറയുന്നത് ളുഹ നിസ്കാരമാണ്. ളുഹ സമയം എല്ലാവർക്കും അറിയാലോ. സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞതിന് മുതൽ സൂര്യൻ നേരെ നട്ടുച്ച മധ്യത്തിലെത്തുന്നത് വരെ ഉള്ള സമയത്തിന്റെ ഇടയിൽ നിസ്കരിക്കേണ്ടത് ചുരുങ്ങിയത് 2 റക്അത്ത്, മുഅക്കദായത് 8 റക്അത്ത്, അധികരിച്ചാൽ 12 റക്അത്ത്, ഈ 2 റക്അത്ത് വീതം. അതിനും സ്വലാത്തുൽ അവ്വാബീൻ എന്ന് പറയാറുണ്ട്. മനസ്സിലായില്ലേ? കാരണം എന്താന്ന് വെച്ചാൽ ആ സമയത്ത് മറ്റ് പല ഷോലുകളുമായി
ഇബാദത്തിൽ നിന്നിട്ടും ജനങ്ങളുടെ ശ്രദ്ധ മാറുന്നൊരു സമയമായതുകൊണ്ട് ആ സമയത്തുള്ള നിസ്കാരത്തിന് കുറച്ച് പ്രതിബന്ധം കൂടും. അതുകൊണ്ട് തന്നെ ആ നിസ്കാരത്തിന് പ്രതിഫലവും കൂടും. അപ്പൊ ഈ രണ്ടും അവാബീൻ തന്നെയാണ്. മിക്കവാറും അവാബീൻ എന്ന പേരിൽ പ്രസിദ്ധമായത് മഗ്രിബിന്റെ ശേഷം ഇശാഇന്റെ മുമ്പായി നിസ്കരിക്കുന്ന നിസ്കാരമാണ്. അതിൽ ചുരുങ്ങിയത് 2 റക്അത്താണ്. 6 റക്അത്ത് നിസ്കരിക്കൽ വളരെ അഫ്ളലാണ്. 20 വരെ റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും. ഉസ്താദായി പിന്നെ രാവിലെ നിസ്കരിക്കുകയാണെങ്കിൽ അത് ളുഹ നിസ്കാരം തന്നെയാണോ, അല്ലെങ്കിൽ ളുഹ നിസ്കാരം എന്ന് നിയ്യത്ത് വെക്കണോ, അല്ല അവ്വാബിൽ നിന്ന് നിയ്യത്ത് വെക്കണോ? നിയ്യത്ത് എപ്രകാരമാണ് ഈ നിസ്കാരത്തിന് നിയ്യത്ത് വെക്കേണ്ടത്? രാവിലെയും വൈകുന്നേരവും മാറി മാറി ഏതാണ് നിസ്കരിക്കുന്നതെങ്കിൽ അപ്പോഴും നിയ്യത്തിൽ വല്ല മാറ്റവും ഉണ്ടോ എന്ന് വിശേഷിച്ചത് നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. രാവിലെ നിസ്കരിക്കുകയാണെങ്കിൽ ളുഹ എന്ന നിയ്യത്തോടു കൂടി തന്നെ നിസ്കരിക്കണ്ടേ. രാത്രിയത്തത് വെറും സുന്നത്ത് നിസ്കാരം, മുത്തലഖ് സുന്നത്ത് എന്ന നിലക്കും നിസ്കരിക്കുക, അല്ലെങ്കിൽ സ്വലാത്തുൽ അവ്വാബീൻ എന്ന നിയ്യത്തോടു കൂടിയാവാം. പകല് പറഞ്ഞേക്ക് രാവിലത്തെ നിസ്കാരം അത് ളുഹയാണ്. ളുഹ തന്നെ അവ്വാബീനിൽ പെടുകയും ചെയ്യും. അതിന് പ്രത്യേകം അവ്വാബീൻ കരുതേണ്ടതില്ല. ഓക്കെ, അസ്സലാമു അലൈക്കും. എനിക്കൊരു ചോദ്യം. വലൗ സഹ ഗൈറു മഅ്മൂമിൻ ഫി തർത്തീബി തർക്കി റുക്കിനിൻ കാൻ സജദ ഖബ്ല റുക്ഊഇ. ഈ വിഷയം ഇപ്പം ചോദിക്കുന്നത് ജമാഅത്തിന്റെ വാവിലും ഖുലാസയിൽ ആ വിഷയം പറഞ്ഞതായി തോന്നുന്നില്ല. ഒരു ഇമാമ് ഒരു സുജൂദ് ചെയ്തു. രണ്ടാമത്തെ സുജൂദ് ഇമാമ് മറന്നുപോയി. അങ്ങനെ ഇമാമ് രണ്ടാമത്തെ റക്അത്തിലേക്ക് പോവുകയും ചെയ്തു. ഇവിടെ മഅ്മൂമ് ഒരു സുജൂദറ്റൽ ചെയ്തിട്ടുള്ളൂ. ഇവിടെ മഅ്മൂമ് എന്ത് ചെയ്യണം? ഇമാമോട് കൂടി നൃത്തത്തിലേക്ക് പോവുകയാണോ വേണ്ടത്, എല്ലാം അവിടെ വിട്ടുപിരിയാണോ, അല്ല വേറെന്താണ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയാണ്. ഈ വിഷയം ജമാഅത്തിന്റെ വാവിലോ ഖുലാസയിലോ പറഞ്ഞതായി ഓർക്കുന്നില്ല. ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. ഇമാമ് ഒരു സുജൂദ് ചെയ്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് നൃത്തത്തിലേക്ക് പോയി. അവിടെ മഅ്മൂമീങ്ങൾ എന്ത് ചെയ്യണം? അല്ലിപ്പോ ചോദ്യം. മഅ്മൂമീങ്ങൾ 2 കാര്യം ചെയ്യാം. ഒന്ന്, ഇമാമിനെ തംബീഹ് ചെയ്യുക സുബ്ഹാനല്ലാഹ് എന്ന്. എന്നിട്ട് മഅ്മൂമീങ്ങള് ഇടയിലെ ഇരുത്തത്തിലാണെങ്കിൽ ഇടയിലെ ഇരുത്തത്തിൽ ഇന്തിളാർ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ സുജൂദിലേക്ക് പോയി ഇമാമിനെ ഇന്തിളാർ ചെയ്യാം. ഇമാമ് അടുത്ത റക്അത്തിൽ ആ സുജൂദിൽ എത്തുന്നത് വരെ വേണമെങ്കിൽ ഇന്തിളാർ ചെയ്യാം. അതല്ലെങ്കിൽ ഇമാമിനെ വിട്ടുപിരിഞ്ഞുകൊണ്ട് മഅ്മൂമീങ്ങൾക്ക് നിസ്കാരം പൂർത്തിയാക്കുകയും ചെയ്യാം. അങ്ങനെ വിട്ടുപിരിഞ്ഞുകൊണ്ട് പൂർത്തിയാക്കിയാൽ മനഃപൂർവം അല്ല, തന്നെയല്ല, ഉള്ളുള്ളത് കൊണ്ട് മഅ്മൂമീങ്ങൾക്ക് ജമാഅത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടൂല. രണ്ടായാലും വിട്ടുപിരിയൽ വുജൂബില്ല, ഇന്തിളാർ ചെയ്യാം. പക്ഷേ ഇന്തിളാർ ചെയ്യുകയാണെങ്കിൽ ഇടയിലിരുത്തത്തിലാവരുത്, അടുത്ത സുജൂദിലാവണം എന്ന് മാത്രം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടയിലിരുത്തം അമിതമായി നീട്ടാൻ പാടില്ലാത്തത് കൊണ്ട് അടുത്ത സുജൂദിൽ ഇന്തിളാർ ചെയ്യാം. ഇമാമിനെ വിട്ടുപിരിയുകയും ചെയ്യാം. വിട്ടുപിരിഞ്ഞാൽ ഇവിടെ ഉദ്റ് കൊണ്ട് വിട്ടുപിരിയുന്നതായതുകൊണ്ട് മഅ്മൂമീങ്ങൾക്ക് ജമാഅത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടുകയില്ല. ഓക്കെ, ഷമീമിനെ കാണുന്നുണ്ട്. ഷമീമെ അവിടെ പരിപാടി തുടങ്ങിയണോ? 5 മണിക്ക് പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു. സമയം 6 മണിയായി. ഉണ്ടെങ്കിൽ ഷമീമ് സമയമായിട്ടുണ്ടെങ്കിൽ ഉടനെ മൈക്കിൽ വരാവുന്നതാണ്. നമ്മൾ പറഞ്ഞ സമയമൊക്കെ നമ്മൾ അല്ലാതെ തന്നെ സ്വാഭാവികമായി തന്നെ നിർത്താനായി തുടങ്ങിയിട്ടുണ്ട്. ലൈവ് ആയിട്ടുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിന്റെ രാഷ്ട്രീയ കള്ളക്കളിക്ക് അവിടെ പരിപാടി നടക്കുന്നുണ്ട് തോന്നല്ലോ. എന്നാ ഷമീമ മൈക്ക് എടുത്തോ, സമയം അവിടെ പരിപാടി കാണുന്നുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ദോഷങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഹലാലായ ഖൈറായ മുറാദുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി തരുമാറാകട്ടെ. നമ്മളോട് ദുആ വസിയത്ത് ചെയ്തവരുടെ എല്ലാ ഖൈറായ മുറാദുകളും അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മളിൽ നിന്നിട്ട് മരണപ്പെട്ടു പോയ എല്ലാ മുഅ്മിനും മുഅ്മിനാത്തുകളുടെയും ആഖിറം അല്ലാഹു തആല സന്തോഷത്തിലാക്കുമാറാകട്ടെ. ദോഷങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഖൈറിന്റെ ഒരു കാര്യത്തിൽ അവരെയും നമ്മളെയും അല്ലാഹു തമ്പുരാൻ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഹുസ്നുൽ ആഖിബത്ത് തന്ന് ആഖിറം വിജയിച്ച് സ്വർഗലോകത്ത് അംബിയാ ഔലിയാ സ്വാലിഹീങ്ങൾ മുത്തഖീങ്ങളോടുകൂടെ ഒരുമിച്ചുകൂടി റബ്ബിന്റെ ലിഖാ കാണാൻ നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും എല്ലാ മുഅ്മിനും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഷമീമെ മൈക്ക് എടുത്തോ? ഞാൻ മൈക്ക് ഇടുകയാണ്. അസ്സലാമു അലൈക്കും.